എസ് രാജേന്ദ്രൻ NDAയിലേക്ക് വന്നു, ഒരു BJPയുടെ അംഗമാവുകയാണ്. നിർണായകമായ എന്തെങ്കിലും സ്ഥാനം കൊടുക്കുമോ രാജേന്ദ്രന്? BJP എന്നും അങ്ങനെ വരുന്നവരെ വളരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ. അവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള പരിഗണനയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. പക്ഷേ ഇതിൽ കൃത്യമായൊരു തീരുമാനം, അതായത് ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം പറയേണ്ടത് BJP തന്നെയാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ദേവികുളത്ത് NDA സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ അത് ഒരു ഔദ്യോഗികമായിട്ട് BJPയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതല്ല. ഒരു പക്ഷേ BJPയിലേക്ക് പോകുന്ന രാജേന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ചേക്കാമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 3 വർഷം BJP കാത്തിരുന്നത്, രാജേന്ദ്രനെ കാത്തിരുന്നത് 3 വർഷമാണ്. 3 വർഷത്തെ എന്താ പറയുക, തന്ത്രങ്ങൾ മെനയുന്നതിലൂടെയാണ് രാജേന്ദ്രൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടിപ്പോന്നിട്ടുള്ളത്. ചാടിപ്പോന്നു എന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് സഹിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു, വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അതും ഒരു കുറ്റബോധമുണ്ട്. എൻ്റെ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരുകയാണല്ലോ, അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും ഞാൻ ഇറങ്ങുകയാണല്ലോ എന്നുള്ള കുറ്റബോധമുണ്ട് എന്ന് കൂടി രാജേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ BJP വലിയ രീതിയിലുള്ള പ്രതീക്ഷ അദ്ദേഹത്തിലും വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് BJPയിലും വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ വരുന്ന ഫെബ്രുവരി 8-ന് അവിടെ മൂന്നാറിൽ ഒരു പൊതുയോഗം നടക്കുന്നുണ്ട്. ഈ പൊതുയോഗത്തിൽ വെച്ച് ഏതാണ്ട് 100ഓളം പേർ BJP അംഗത്വം സ്വീകരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ഞാൻ ആരെയും കൊണ്ടുവരുന്നില്ല എന്ന് രാജേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും 100ഓളം പേർ BJPയിലേക്ക് ചേരാൻ കാത്തു നിൽക്കുന്നു, അതും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഓളം അവിടെ എസ് രാജേന്ദ്രൻ ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ രാജേന്ദ്രനൊപ്പം തന്നെ ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റും ദേവികുളം ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള CPI നേതാവ് ഗുരുനാഥൻ, അദ്ദേഹവും KPMS യുവജന വിഭാഗം സംസ്ഥാന അധ്യക്ഷനും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സന്തോഷ് എന്നിവരും BJPയിലേക്ക് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് CPM കടന്നു പോകുന്നത്. ഈ ആഴ്ചയിൽ ഇതിപ്പോൾ 2ാമത്തെ MLA, മുൻ MLA ആണ് CPMൽ നിന്ന് പോകുന്നത്. ഒരാൾ പോയത് UDFയിലേക്കാണ് എന്നുള്ളതാണ്. അതും ആ ചാട്ടം എത്രത്തോളം ശരിയായി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഐഷ പോറ്റിയുടെ കാര്യമാണ്. ഐഷ പോറ്റിയും എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഐഷ പോറ്റി UDFയിലേക്ക്, കോൺഗ്രസിലേക്ക് പോകുന്നത്. പക്ഷെ ഐഷ പോറ്റി പറഞ്ഞതുപോലെയല്ല എസ് രാജേന്ദ്രൻ്റെ കാര്യങ്ങൾ. അതായത് എനിക്ക് ഇത് തന്നില്ല, അതായത് വേണ്ടത്ര സ്പേസ് തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പേര് കാർഡിൽ അച്ചടിച്ചില്ല, നോട്ടീസിൽ അച്ചടിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല രാജേന്ദ്രൻ പറയുന്നത്. അദ്ദേഹം അവിടെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ എന്താ പറയുക, അന്വേഷണങ്ങളും പാർട്ടി തലത്തിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു. ഒടുവിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പാർട്ടിയാണ് കണ്ടെത്തുന്നത്. അദ്ദേഹത്തിനെതിരെ ലോക്കൽ കമ്മിറ്റിയിലോ ബ്രാഞ്ചിലോ ഒന്നും എനിക്ക് തോന്നുന്നു ഒരു തരത്തിലുമുള്ള ഒരു ആരോപണങ്ങളൊന്നും ഉയർന്നു വന്നില്ല. അത്തരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചുവെങ്കിൽ CPMന്റെ ഒരു രീതി അനുസരിച്ച് അത്തരത്തിലുള്ള യോഗങ്ങളിലൊക്കെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരേണ്ടതാണ്. പക്ഷെ ഇവർ സ്വയം അങ്ങ് തീരുമാനിച്ചു അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുന്നു. കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായിട്ട് അദ്ദേഹം, അല്ലെങ്കിൽ 4 വർഷത്തോളമായിട്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പലതവണ BJPയിലേക്ക് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നുവെങ്കിലും അന്നെല്ലാം അദ്ദേഹം അത് നിഷേധിച്ചു. ഇല്ല, ഞാൻ പോകുന്നില്ല, പ്രകാശ് ജാവ്ദേക്കർ വന്ന് കണ്ടിരുന്നു, പക്ഷെ അത് മറ്റു കാര്യങ്ങൾക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. കാത്തിരുന്ന് അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അദ്ദേഹം BJPയിൽ ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു 3 വർഷത്തെ പദ്ധതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തമിഴ്നാട് ബന്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തമിഴ്നാട് ഭാഗവുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ തമിഴ്നാട്ടിലെ BJPയുടെ നേതാവ് കൂടി അദ്ദേഹത്തെ സമീപിച്ചു എന്നുള്ളത് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിലെ നേതാക്കളും അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. കേരള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു തരത്തിലുമുള്ള ഒരു ഞാൻ പോകും എന്നുള്ളതൊന്നും പറഞ്ഞില്ല. ഇതിനിടയിൽ അദ്ദേഹത്തിനെ വീണ്ടും തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാൻ വേണ്ടി സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ. അദ്ദേഹം ചെയ്ത വലിയൊരു കുറ്റത്തെ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നിട്ട് അതായത് അദ്ദേഹത്തെക്കാൾ താഴെയുള്ള നേതാക്കളെ വിട്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഫോറം കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമാണത്.
അദ്ദേഹം 2006, 2011, 2016 തിരഞ്ഞെടുപ്പുകളിലൊക്കെ CPM സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം പ്രവർത്തന പാരമ്പര്യമുണ്ട്, പരിചയമുണ്ട്. മാത്രമല്ല അദ്ദേഹം വളർന്നു വന്ന പടവുകൾ അത്രയും CPMൻ്റെ കൈപിടിച്ചിട്ടായിരുന്നു. അതെല്ലാം ഉള്ള ഒരു മുതിർന്ന നേതാവിനെ തിരിച്ച് പാർട്ടിയിലേക്ക് ക്ഷണിക്കാനായിട്ട് ജൂനിയർ നേതാക്കളെ വിട്ടതിൻ്റെ ഒരു മര്യാദയില്ലായ്മ CPM കാണിക്കുന്നുണ്ട്. അതായത് CPM വേണമെങ്കിൽ നിങ്ങൾ വന്ന് പ്രവർത്തിച്ചോളൂ എന്നുള്ള യാതൊരു മര്യാദയുമില്ലാത്ത ഒരു രീതിയാണ് അവിടെ അദ്ദേഹത്തോട് കാണിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇടയിലാണ് ആദ്യം രാജേന്ദ്രനുമായിട്ട് അദ്ദേഹവുമായിട്ട് ഫോണിലാണ് ചർച്ച തുടങ്ങുന്നത്. പിന്നീട് BJPയുടെ തമിഴ്നാട്ടിലെ നേതാക്കളടക്കം ഒന്നിലധികം തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതീവ രഹസ്യമായിട്ടെത്തി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യ ചർച്ചകളിലൊന്നും അദ്ദേഹം മനസ്സ് തുറക്കുന്നില്ല. പിന്നീട് സസ്പെൻഷൻ പിൻവലിച്ചാൽ പാർട്ടിയിൽ തുടരുന്നത് നമുക്കൊന്ന് ആലോചിക്കാം എന്നുള്ള മട്ടിലേക്ക് അദ്ദേഹം പോവുകയാണ്. കാരണം ഇതുവരെയും പ്രവർത്തിച്ചു വന്ന ഒരു പാർട്ടിയാണ്. അപ്പോഴാണ് അദ്ദേഹത്തോട് ഈ മര്യാദകേട് CPM കാണിക്കുന്നത്. അതിനിടയിൽ MV ഗോവിന്ദനെ കാണുന്നുണ്ട്, നേരിട്ട് കാര്യം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും ഒരു കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ എത്തിയില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് PK കൃഷ്ണദാസ്, BJPയുടെ നേതാവ് PK കൃഷ്ണദാസ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ആഞ്ഞു പിടിച്ചാൽ രാജേന്ദ്രൻ എത്തും എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു നീക്കം കൂടി, ഏറ്റവും ഒടുവിൽ ഈ ഒരു നീക്കം കൂടി വരുന്നത്. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാറിൽ ഒരു സഹകരണ ബാങ്ക് ഉടൻ വരുമെന്നുള്ള ഒരു ഉറപ്പ് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഹകരണ ബാങ്ക് അല്ലേ, അതിനെന്താ നിസ്സാര കാര്യമല്ലേ എന്ന് പറയും. പക്ഷെ അവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ. അത് കൊണ്ടുവരാനും പലതരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം S രാജേന്ദ്രന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊടുത്തതും എല്ലാം ചേർത്തുകൊണ്ട് ഇനി വരുന്ന, അതായത് അടുത്ത മാസം രാജീവ് ചന്ദ്രശേഖർ മൂന്നാറിലെത്തുകയാണ് ഈ പൊതുയോഗത്തിന് വേണ്ടിയിട്ട്. അന്നാണ് 100ഓളം പേര് BJP അംഗത്വം സ്വീകരിക്കുന്നത്. അന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അവിടെ ഉണ്ടാകും. നമുക്കറിയാം തിരുവനന്തപുരം എങ്ങനെയാണ് അവരുടെ ഒരു പ്രഖ്യാപനം കാര്യങ്ങളും ഒക്കെ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയായിരിക്കും ആ ഹൈ റേഞ്ച് പിടിക്കാനുള്ള സകലമാന ആയുധങ്ങളും അല്ലെങ്കിൽ സകലമാന തന്ത്രങ്ങളും അടുത്ത മാസം ഫെബ്രുവരി 8 നടക്കുന്ന ആ പൊതുയോഗത്തിൽ വെച്ച് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം അത്രയും വലിയൊരു നീണ്ട നാളത്തെ ഒരു പ്രയത്നം ഹൈ റേഞ്ച് പിടിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു CPM അത് ആ ഒരു ഭാഗം പിടിക്കുന്നതിന് മുമ്പ് UDFൻ്റെ കോട്ടയായിരുന്നു അത്. പിന്നീടാണ് S രാജേന്ദ്രൻ മത്സരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് പാർട്ടിയുടെ സ്വാഭാവികമായിട്ട് പ്രവർത്തനം കൊണ്ടും അത് CPMൻ്റെ കൈപ്പിടിയിലാകുന്നത്. ഇപ്പോൾ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പൊതുവായിട്ട് BJPക്ക് അനുകൂലമായ ഒരു തരംഗം കൂടി കേരളത്തിലുടനീളം ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യവും S രാജേന്ദ്രന് ആ മേഖലയിലുള്ള സ്വാധീനവും CPM പറയുന്നുണ്ട്. S രാജേന്ദ്രൻ പോയാൽ എന്താണ്, മണിയാശാനൊക്കെ അവിടെ നിന്ന് പലതും ലക്കും ലഗാനും ഇല്ലാതെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതെല്ലാം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ദണ്ണം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം S രാജേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് അവിടെ മലയോര കർഷകർക്കിടയിലെല്ലാം തന്നെ ഉള്ള സ്വാധീനം അവർക്കറിയാം. തമിഴ് ഭാഷയെ പറയുന്നവർക്കിടയിലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ളൊരു സ്വാധീനമുണ്ട്. അപ്പോൾ ആ മേഖലയെ ഒന്നടങ്കം പിടിച്ചെടുക്കാനായിട്ട് ഒരു പക്ഷേ ഇത്തവണ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് ഒരു കണക്ക് കൂട്ടൽ. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ CPM പൂർണ്ണമായും തഴഞ്ഞതോടുകൂടി രാജേന്ദ്രൻ ഡൽഹിയിലെത്തി കൂടി ചർച്ചയുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യവും നമ്മൾ ഇതിനിടയിൽ കണ്ടിട്ടുണ്ട്. അതിനിടയിലാണ് തിരുവനന്തപുരത്ത് പലവട്ടം പ്രകാശ് ജാവ്ദേക്കറെയൊക്കെ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തിയ ശേഷവും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചർച്ചയൊക്കെ പുനരാരംഭിക്കുകയാണ്. നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർജി വളരെയധികം കൃത്യമായ തന്ത്രങ്ങൾ മെനയാനായിട്ട് ഒരു ടെക്നോക്രാറ്റിൻ്റെ ഒരു ബുദ്ധിയോടുകൂടി പ്രവർത്തന പരിചയത്തോടുകൂടി അദ്ദേഹം വളരെയധികം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം സകല നേതാക്കളെയും പോലെ അടിക്കടി വന്ന് പത്രസമ്മേളനമൊന്നും നടത്താറില്ല. പക്ഷേ BJPയിൽ വരുന്ന വമ്പൻ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ പിന്നീടാണ് അറിയുന്നത്. അതായത് അതുവരെ അത് രഹസ്യമായിരിക്കേണ്ടത് രഹസ്യമായി തന്നെ ഇരിക്കും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അത് വളരെ രഹസ്യാത്മകമായി നടക്കുന്നതാണ്. എന്തായാലും S രാജേന്ദ്രൻ ദേവികുളത്ത് NDA സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്ത കൂടി വരുമ്പോൾ BJP അവിടം പിടിക്കാനുള്ള ഒരു സാധ്യത കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ലൈവാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക വിവരങ്ങൾ കൈമാറുന്ന നമ്മുടെ ഒരു സത്സംഗം പോലത്തെ ഒരു ചാനൽ, പുണ്യം എന്നാണ് അതിൻ്റെ പേര്. ആ ചാനൽ കൂടി, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. ആധ്യാത്മിക ചാനലാണ്. നല്ല മനുഷ്യനായി, ഒരു സനാതനിയായി എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന അബാലവൃദ്ധം കുടുംബാംഗങ്ങളും നിശ്ചയമായും കാണേണ്ടുന്ന ഒരു ചാനലാണ് പുണ്യം. ഈ 2 ചാനലുകളും ഉറപ്പായും ഇന്ത്യ ലൈവ് കണ്ടാൽ ഉടനെ നിങ്ങൾ IND എന്ന് പറയുന്ന നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.